ഒരുപക്ഷെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വേദനയുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് ഒരുപക്ഷെ വിചാരിക്കുന്നത് ഇപ്രകാരമായിരിക്കാം. എൻ്റെ കുടുംബമായിരിക്കാം, എൻ്റെ ജീവിത പങ്കാളിയായിരിക്കാം, എൻ്റെ സുഹൃത്തായിരിക്കാം, പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിന് പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തി, ആ സമൂഹം അങ്ങനെ നമ്മളോട് ഈ രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിലെ അന്ധകാര ശക്തികളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുന്ദരമായി നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണം വലിയ സന്തോഷത്തിലായിരിക്കും. വർഷങ്ങളായിട്ട് വഴക്കടിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. എനിക്ക് പറ്റിയ ജീവിത പങ്കാളിയല്ല എനിക്ക് ലഭിച്ചത്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് മാനുഷികമായി തന്നെ മനുഷ്യരോട് പോരാടിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഇന്ന് ധാരാളമാണ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ അന്ധകാര ശക്തികളെ നമുക്ക് നിർവീര്യമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ അന്ധകാര ശക്തികളെ നിർവീര്യമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഒരു പിശാചുബാധിതനെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ പറയുന്ന ഒരു രംഗമാണ് ഇവിടെ നാം കേൾക്കുന്നത്, വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ മാത്രമേ നമ്മുടെ മുൻപിലുള്ള ചില ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ.